Welcome to Mahimas cooking class. In this video, we will Dal Khichdi എങ്ങനെയാണ് കാണാം. Dal Khichdi ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് പയറുപരിപ്പാണ്. Moong dal. Moong dal gram ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പയറുപരിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പയറുപരിപ്പ് ചെറുതായിട്ടൊന്ന് വാർത്തിട്ടെടുക്കണം. അപ്പോൾ പയറുപരിപ്പ് അല്ലാതെ നമുക്ക് മസൂർ ദാൽ, തുവർ ദാൽ അങ്ങനത്തെ ദാലുകളും ചന്ന ദാലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. എല്ലാം കൂടെ എല്ലാ ദാലോടെ മിക്സ് ചെയ്ത് ഒരു അരക്കപ്പെടുത്തായിട്ടും നമുക്ക് ഈ ദാൽ കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ പയറുപരിപ്പാണ് ഉപയോഗിക്കുന്നത്. പയറുപരിപ്പിൽ ഒരു പച്ചച്ചോയ ഉള്ളതുകൊണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പയറുപരിപ്പ് കഴുകിയിട്ടില്ല, കഴുകാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, അതിനുശേഷം കഴുകിയെടുക്കുക. അപ്പോൾ മസൂർ ദാൽ തുവർ ദാലൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ സോക്ക് ചെയ്യുക, കഴുകിയ ശേഷം സോക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രഷർ കുക്ക് ചെയ്യാം. ഇതേപോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പയറുപരിപ്പ് നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായി. ഇനി ഇത് ഓഫ് ചെയ്ത് കൂളാവാനായിട്ട് വെക്കുക. കൂളായ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ദാൽ കിച്ചടിക്കുള്ള ദാല് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കയറാം. അപ്പോൾ ആദ്യം ഒരു കുക്കറിലാണ് നമ്മൾ ഫുൾ ഉണ്ടാക്കുന്നത്. ഒരു ഫുൾ മീലായിട്ട് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. നമ്മൾ സെപ്പറേറ്റ് കറിയൊന്നും വേണ്ട, ചോറും ദാലും എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്താണ് ദാൽ കിച്ചടി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. രണ്ടും 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ആദ്യം ഇതിലേക്ക് ജീരകം ചേർക്കാം, ഒരു അര ടീസ്പൂൺ ജീരകം. അതിനൊപ്പം തന്നെ ഒരു ബേ ലീഫ്. ജീരകം ഒന്ന് പൊട്ടണം, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാവുള്ളൂ. ജീരകം പൊട്ടി നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവോള. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സവോള ഒന്ന് സോഫ്റ്റ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവോള സോഫ്റ്റായി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ലൊരു മണം വരും. ആ സമയമാകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതോടെ ചേർക്കാം. ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് ഉടയണം. നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പിടുമ്പോൾ ടൊമാറ്റോസിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങും, പെട്ടെന്ന് കുക്ക്ഡാവും. അപ്പോൾ ടൊമാറ്റോസൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കായംപൊടി ചേർക്കണം. കായംപൊടി നമുക്ക് വളരെ കുറച്ച് മതി, ഒരു 1/8 ടീസ്പൂണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതിൻ്റെ പകുതി മതിയാവും. ഒരു 2 ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ദാല് ചേർക്കാം. ഇപ്പോൾ അര കപ്പ് മൂങ് ദാലാണ്, പയറുപരിപ്പാണ്. ഇതിനൊപ്പം തന്നെ റൈസും കൂടെ ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് സോനാ മസൂരിയാണ്. പച്ചരിച്ചോറ് നല്ലതാണ്. നമ്മുടെ കോലം റൈസ് അല്ലെങ്കിൽ സാധാരണ പച്ചരി ഒക്കെ ഇതിന് ഉപയോഗിക്കാൻ നല്ലതാണ്. ബസ്മതി വേണേലും ഉപയോഗിക്കാം, ജീര റൈസ് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സോനാ മസൂരി റൈസ് അര കപ്പ്. അത് കഴുകി വെച്ചേക്കുന്നതാണ്, വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ദാൽ കിച്ചടി റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കൂടാതെ നന്നായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ദാൽ കിച്ചടി ഉണ്ടാക്കും. അത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ടും ദാൽ കിച്ചടി ഉണ്ടാക്കാറുണ്ട്. അത് വേറെ ഒരു രീതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി സിക്കായിട്ടിരിക്കുമ്പോൾ പോലും നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഒട്ടും റിച്ച് അല്ല, വളരെ ലൈറ്റാണ്. ഏത് സമയത്തും കഴിക്കാം, ഏത് പ്രായക്കാർക്കും കഴിക്കാം. മൂന്നര കപ്പ് വെള്ളം ചേർത്തു. ശരിക്കും നമ്മൾ ദാൽ കിച്ചടി ഉണ്ടാക്കുമ്പം 1 കപ്പ് റൈസും ദാലും കൂടെ 1 കപ്പാണല്ലോ എടുത്തത്. അതിന് 3 കപ്പ് ഉപയോഗിക്കാം.
ഇച്ചിരി നന്നായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ 4 കപ്പ് വരെ നമുക്ക് ദാൽ ഖിച്ചടി ഉണ്ടാക്കാം. അത് നമ്മുടെ എത്ര അയവിൽ വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ ഒത്തിരി കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിലും കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 3.5 കപ്പ് ചേർത്തു. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. അപ്പം ഞാൻ ഇവിടെ 1.25 ടീസ്പൂണാണ് മൊത്തത്തിൽ ഉപ്പ് ഉപയോഗിച്ചേക്കുന്നത്. എപ്പോഴും ഉപ്പ് അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് അടച്ചു വെച്ച് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഖിച്ചടിക്ക് എപ്പോഴും നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് വേണം കിട്ടാനായിട്ട്. ദാലും റൈസും എല്ലാം നന്നായിട്ട് വെന്തുടങ്ങി. ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണം, നന്നായിട്ട് ഉടയണം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ആ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തു. എപ്പോഴും ഓർക്കുക, ഇരിക്കും തോറും അത് ഡ്രൈ ആയി വരും. അപ്പോൾ എപ്പോഴും ചൂടോടാണ് ദാൽ ഖിച്ചടി നല്ലത്. ഇരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു തട്ക ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ 1 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അയവിൽ കിട്ടി. ഇതേപോലെ നമുക്ക് വേണ്ടേ. ഈ ഒരു ദാൽ ഖിച്ചടി ഉണ്ടാക്കുമ്പോൾ ഡബിൾ തട്കയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ജീരകമൊക്കെ പൊട്ടിച്ചിട്ടാണല്ലോ നമ്മളെല്ലാം വഴറ്റിയത്. ഇനി ഒന്നും കൂടെ ജീരകം പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് മുളകൊക്കെ ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിക്കും. അതൊന്നുകൂടെ ഒരു ഫ്ലേവർ തരും. അതിന് വേണ്ടിയിട്ട് ഇപ്പം രണ്ടാമത് നമ്മൾ തട്ക ചെയ്യുമ്പോൾ എപ്പോഴും നെയ്യ് തന്നെയാണ് നല്ലത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഒരു ചെറിയ പിടി മല്ലിയില. ഓഫ് ചെയ്യുവാണ്. ഇനി കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. ഇനി നമുക്ക് ഈ തടുക്ക ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നെയ്യ് ചൂടായി. നെയ്യിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം ആദ്യം. അതിലേക്ക് 2 മുളക് ഒന്ന് കീറിയിടാം. 2-3 കറിവേപ്പില. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ്. ഓഫ് ചെയ്ത ശേഷം ഇടാം. അതേപോലെ ഒരു നുള്ള കായം പൊടിയും കൂടെ ചേർക്കാം. ഈ മിക്സർ ഇതിലേക്ക് ഒഴിക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈ ഒരു അയവിൽ കിട്ടണം, അതതിൻ്റെ രുചി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ദാൽ ഖിച്ചടിയുടെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കറികളോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ അച്ചാറും പപ്പടവുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.